നിലാവ് നക്ഷത്രം ചാനലിലെ പുതിയ ഫാമിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി നമ്മുടെ ഫാമിംഗ് വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസമായി. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കോഴികൾക്ക് കൊടുക്കുന്ന ഫുഡാണ് കാണിക്കാൻ. ഒത്തിരി പേര് ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റ എന്തൊക്കെയാണെന്നൊക്കെ. അപ്പം ഞാൻ പലർക്കും കമൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചത് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. എൻ്റെ മുട്ടക്കോഴിയാണ്, മുട്ടയിടുന്ന കോഴിയാണ്. അതിന് ഞാൻ എന്തൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഒത്തിരി ആൾക്കാർ കോഴിയെ വളർത്താൻ ഇറങ്ങുന്നതിന് മുമ്പ് ചിന്തിക്കത്തില്ല, അതിൻ്റെ ഫുഡിനെ പറ്റി ചിന്തിക്കത്തില്ല. വാങ്ങിക്കുക, കൊടുക്കുക, ചാക്കുംപൊടി ഇറക്കുക, കൊടുക്കുക, അങ്ങനെയൊക്കെ ഉള്ള രീതിയിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ചെയ്താൽ നമ്മൾ പക്ക ഫെയിലാവും. ഞാനും ആദ്യം ഒന്നും അറിയാൻ വയ്യാതെ കോഴിയെ വാങ്ങിച്ചിട്ട പാട്ടാണ്. കോഴിയെ വാങ്ങിക്കുന്നതാണ് എക്സ്പെൻസ്, വേറൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് അതൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ മനസ്സിലായത് ഒന്നുമല്ല. കോഴിക്ക് പിന്നെ മുമ്പോട്ടുള്ള തീറ്റയും കാര്യങ്ങളും മുട്ടയിടുന്നതിന് വരെ എന്നെ വളർത്തിയെടുക്കുക എന്നുള്ളതും പിന്നെ എല്ലാ ചിലവുകൂടെ നമ്മൾ ഒരു കാൽക്കുലേഷൻ വേണം. അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വരവും ചിലവും എല്ലാം നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടത്തുള്ളൂ. ഇപ്പോൾ അറിയാമല്ലോ, കോഴിത്തീറ്റയുടെ വില അങ്ങ് കുത്തനെ കയറി പോയിക്കോ, ഒരു രക്ഷയില്ല. നമ്മൾ നിൽക്കാത്ത രീതിയിൽ പോയിക്കുവാണ്. അപ്പം നമ്മൾ ഫുഡിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ലാഭം ഉണ്ടാകത്തുള്ളൂ. കോഴിയുടെ ആരോഗ്യം നോക്കണം, അതോടൊപ്പം തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് അധികം പൈസ പോവാതെ നോക്കണം. അത് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. നിങ്ങളുടെ ലൈക്സും കമൻസും ഒക്കെ എൻ്റെ വീഡിയോയ്ക്ക് ഒത്തിരി ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. രാവിലെ ഒരു 7 മണിയൊക്കെ 7-7:30 ടൈമൊക്കെ ആകുമ്പോൾ നമ്മുടെ കോഴിക്കൂട്ടിലെ പരിപാടി തുടങ്ങും കേട്ടോ. ഇപ്പോൾ രാവിലെ നല്ല ശാന്തമാണ്, ആരെയും തുറന്നു വിട്ടിട്ടില്ല. ആദ്യം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ കോഴിയുടെ തീറ്റയൊക്കെ, കോഴിയുടെ പാത്രമൊക്കെ ഫസ്റ്റിലേ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ഫുഡ് റെഡിയാക്കി ഇടുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. ആദ്യം പാത്രമൊക്കെ ക്ലീൻ ആക്കുക, വെള്ളം കൊടുക്കേണ്ട പാത്രമൊക്കെ റെഡിയാക്കുക. അത് കഴിഞ്ഞതിന് ശേഷം തീറ്റയെല്ലാം ഇട്ടതിന് ശേഷം മാത്രമേ ഞാൻ കോഴിയെ തുറന്നു വിടാനുള്ളൂ. എൻ്റെ നേരത്തെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഞാൻ കോഴിയെ ഷെഡിൽ അടച്ചിട്ടേക്കുവാണ്. ഇത് കുറച്ച് ഓപ്പൺ ഏരിയ ഞാൻ അവർക്ക് വേണ്ടി ഫെൻസിനൊക്കെ ചെയ്ത് വെച്ചേക്കുവാണ്. അവിടെയാണ് വെള്ളവും തീറ്റയും എല്ലാം കൊടുക്കാറ്. തീറ്റയെല്ലാം ഞാൻ സെറ്റാക്കി വെച്ചേക്കുവാണ്. പല പാത്രങ്ങളിലായിട്ടാണ് റെഡിയാക്കി വെച്ചേക്കുന്നത്. കാരണം നമുക്ക് പച്ചക്കറിയുടെ വേസ്റ്റാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത് ഫുഡ് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് ഞാൻ പറയാമെന്നുള്ളത്. ഞാൻ 3 ടൈപ്പിലുള്ള ഫുഡാണ് കൊടുക്കുന്നത്. ഒന്ന് നമ്മളെ കോഴിയുടെ കൊടുക്കുന്ന ലെയർ മാഷ് ഫേസ് 1, അത് SKMൻ്റെ ബ്രാൻഡാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തവിട് അയ്യപ്പ എന്നൊരു ബ്രാൻഡാണ് എടുക്കുന്നത് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഇതൊക്കെ. പിന്നെ ഉള്ളത് നമ്മളെ ചോറാക്കുകയല്ല ചെയ്യുന്നത്, അരി ജസ്റ്റൊക്കെ ഒന്ന് തിളപ്പിച്ച് ചോറ് പരുവല്ലാത്ത ഒരു ഇതുണ്ടല്ലോ, ആ പരുവത്തിൽ നമ്മളെടുത്തിട്ട് ഇത് 3 കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. രാവിലെ അങ്ങനെ കൊടുക്കുന്നത്. പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ട് കൊടുക്കും. പിന്നെ രാവിലത്തെ സെക്ഷൻ അതാണ്. ഫസ്റ്റ് സെക്ഷനുള്ള ഫുഡെന്ന് പറഞ്ഞാൽ അത്രയും കൊടുക്കുന്നത്. പിന്നെ നമ്മളെ ഇലകളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത് എമർജൻസി വാർഡാണ് കേട്ടോ. 2 പേർക്ക് ചെറിയ പരിക്ക് പറ്റിയിരുന്നു, അവരെ മാറ്റിയിട്ടേക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഇതെല്ലാം 3 കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കോഴിയെ തുറന്നു വിടുക ചെയ്യുന്ന. രാവിലെ വെള്ളം എനിക്ക് കുളമുണ്ട്, ഞാൻ കുളത്തിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പം ഇന്ന് രാവിലെ എനിക്കിപ്പോൾ കുളം ഇന്നലെ രാത്രിയിലെ കഴുകി റെഡിയാക്കി ഇട്ടിട്ട് വെള്ളം ഓക്കെ ആക്കിയിട്ടിട്ടാണ് ഇത് തുറന്നു വിടാറ്. ഇപ്പോൾ കുളത്തിൻ്റെ പണിയിൽ വെള്ളം റേഞ്ച് ചെയ്തില്ല, ഇത് കഴിഞ്ഞിട്ട് വേണം. അതാണ് ഞാൻ കുറച്ച് ബക്കറ്റ് വെള്ളം വെച്ചേക്കുന്നത്. വെള്ളം നല്ല ക്ലീൻ വാട്ടർ വേണം കൊടുക്കാൻ. പിന്നെ കോഴി അയച്ചു വിടുക എന്നുള്ള പരിപാടിയാണ്. അതൊക്കെ വലിയ ടാസ്ക്കാണ് കേട്ടോ. അതൊക്കെ ഒന്ന് കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. ഓരോരോ ഞാൻ പല കൂടുകളിലായിട്ടാണ് ഇട്ടേക്കുന്നത്. മണത്താറവും വേറെ ഇട്ടേക്കുന്നത്. പിന്നെ പാവം കുറച്ച് കോഴികളുണ്ട്, അവരെ വേറെ ഇടും. പല സെക്ഷനായിട്ടാണ്. സന്ധ്യ ആകുമ്പോൾ ഇവർ തന്നെ അങ്ങ് അവരുടെ കൂട്ടിലും കയറുവേ. ഇത് ഡോർ അടയ്ക്കാന്നുള്ള പരിപാടി എനിക്കുള്ളൂ. പല കൂട്ടിലായിട്ട് രാവിലെ തുറന്നു വിടും. ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കാൻ നേരവും എല്ലാം അതിനറിയാം, അത് കൂട്ടി കയറും. ഇതുപോലെ ഫുഡ് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ തുറന്നു വിടുക ചെയ്യുന്നത്. അപ്പോൾ അതൊരു തുടക്കം തൊട്ടേ അത് റുട്ടീനായിട്ട് പോയതുകൊണ്ട് കുഴപ്പമില്ല. കോഴികൾക്കും അറിയാം എന്തൊക്കെയാണ് എപ്പോഴൊക്കെ കിട്ടുക എന്നുള്ളത്. പിന്നെ ഇട സമയത്ത് തീറ്റയൊന്നുമില്ല, പച്ചിലകൾ നന്നായിട്ട് കൊടുക്കും. പിന്നെ ഉച്ച കഴിഞ്ഞ് 2:30-3 മണിയാകുമ്പോൾ ഇതുപോലെ സെയിം തീറ്റി ഞാൻ കുറച്ച് സ്കൂളുകളിൽ നിന്നൊക്കെ കുറച്ച് വേസ്റ്റ് കുഞ്ഞുങ്ങളെ കഴിച്ചതിൻ്റെ ബാക്കി വേസ്റ്റ് ചോറും കറികളും ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അതും ഈ തീറ്റയോട് ഇട്ട് മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് വാങ്ങിക്കുന്ന ആ റെഡിമെയ്ഡ് ഫുഡ് അത്രയും നമുക്ക് ചിലവ് വരത്തില്ല. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രമേ കോഴികളിലെയും വയറ് നിറയത്തുള്ളൂ, നമ്മളെ കീശയും കാലിയാവാതിരിക്കത്തുള്ളൂ. ഈ ബഹളം കണ്ട് എന്തൊരു ബഹളം നോക്കിയേ. ഇവർക്ക് ശീലമായതുകൊണ്ട് കുഴപ്പമില്ല, തമ്മിക്കൊത്തലും അങ്ങനൊന്നുമില്ല. ഇച്ചിരി ആക്രാന്തം എങ്കിലും എല്ലാവർക്കും കിട്ടും കേട്ടോ. നമ്മൾക്ക് സേഫ്റ്റി വേണമല്ലോ. അപ്പോൾ ഇതിനകത്ത് കയറുമ്പം മാസ്കും തലയിൽ ക്യാപ്പൊക്കെ വെച്ചിട്ടേ കയറത്തുള്ളൂ. കാരണം അർക്കപ്പൊടിയാണ് കൂട്ടിനകത്ത് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് ചാടുമ്പോൾ പൊടി നന്നായിട്ട് പറക്കും. അപ്പം നമ്മൾ സേഫ്റ്റി, എനിക്ക് ഇതുവരെ അലർജി കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അലർജി ഉള്ളവരൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കെയർ എടുക്കണം. ഇതിപ്പോൾ ഞാനും മാസ്കും തലയിൽ ക്യാപ്പൊക്കെ വെച്ചിട്ടാണ്. കാരണം പൊടിയെ കയറിയാൽ നമുക്ക് വാവൊക്കെ വരത്തില്ലേ.
അപ്പോൾ അങ്ങനെയാണ്. രാവിലെ മുട്ടയൊന്നും ഇല്ല, ഇച്ചിരി കൈ ഇട്ട് കൊടുക്കാൻ വേണ്ടി ഒരു 9:30 ആകുമ്പോഴത്തേനും പതുക്കെ എല്ലാവരും മുട്ടയൊക്കെ ഇട്ട് തുടങ്ങും. ഒരു മുട്ടയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഇത് ഗ്രാമശ്രീ കോഴികളാണ്, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇത് ഗ്രാമശ്രീ കോഴികളാണ് കേട്ടോ. പൂവിനും പെടയുണ്ട്, മിക്സായിട്ടാണ് ഇട്ടേക്കുന്നത്. നമ്മളെന്താ പറയുന്നത്, ഇതിപ്പം കൊത്തുമുട്ടയൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മുട്ടയാണ്. ഇത് വെച്ചാൽ വിരിയൊക്കെ ചെയ്യും. എന്നുവെച്ചാൽ മണിത്താറാവുണ്ട്, പിന്നെ ടർക്കി ഇപ്പം എല്ലാം തീർന്നു, ഇനി ഒരാളെ കിടപ്പുള്ളൂ. താറാവിനെ ഞാൻ ക്ലിയർ ചെയ്ത് താറാവിനെ എടുക്കണം. കൂടുകളൊക്കെ പലതായിട്ട് ഇട്ടേക്കുന്നത് കണ്ടാൽ അറിയാം, ഒന്നിലും അകത്തെങ്ങും ഒട്ടും വെള്ളം ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൂടൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നല്ല ഡ്രൈ ആയിട്ട് കിടക്കും. പുറത്തായാലും അങ്ങനെ വെള്ളം വീഴാത്തതുകൊണ്ട് നല്ല വൃത്തിയാണ്, നമുക്കതിന് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ വെള്ളം വേറെയാണ്. കുളത്തില്ല, ഞാൻ കാണിച്ചു തരാമേ. കുളം ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം. തീറ്റയൊക്കെ പുറത്ത് വെച്ചെല്ലാം സെറ്റാക്കിയിട്ട് ആണ് അകത്ത് ഇട്ടാണ് കൊടുക്കുന്നത്. ഇവനെ എവിടത്തിനെ വെളിയിട്ടേക്കല്ല, കോഴികളെ ചവിട്ടിക്കളയും കേട്ടോ. ഇതാണ് എൻ്റെ കോഴിയുടെ തീറ്റ വെച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞുള്ള SKMൻ്റെ ഞാൻ ഫസ്റ്റ് ആദ്യം തൊട്ടേ ഈ ഒരു ബ്രാൻഡാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ഇതങ്ങ് ഫോളോ ചെയ്യുന്നുള്ളൂ, മാറ്റിയില്ല. ഇതിൻ്റെ ലെയർ ഫേസ് 1 ആണ്. ഇത് തവിടാണ് കേട്ടോ, നല്ല തവിടാണ് കേട്ടോ. അയ്യപ്പാന്ന് ബ്രാൻഡാണ്. പിന്നെ സൂപ്രീം ഒരു ബ്രാൻഡുണ്ട്, ഒക്കെ നല്ല തവിടാണ്. അപ്പം ഇത് രണ്ടും അതുകൂടെ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും തീറ്റയുടെ കാര്യമൊക്കെ ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ വെള്ളം കാണാമോ? കണ്ടോ, വെള്ളം ഞാൻ നിറച്ചിട്ടേക്കുന്നുണ്ടോ? ഇവിടെ കുളി മണിത്താറാവിൻ്റെ ബാത്തിങ് ആണ്. അയ്യോ, വെള്ളം തിളപ്പിക്കുന്നത് കണ്ടോ. ഇങ്ങനെയാണ് ഞാൻ വെള്ളം നിറച്ചിട്ടേക്കുന്നത്. അവർക്ക് വേണ്ടപ്പം കോഴികളൊക്കെ വന്ന് ഇതിൽ നിന്നാണ് കുടിക്കുന്നത്. ഡെയിലി ചേഞ്ച് ചെയ്യും കേട്ടോ. വെള്ളം താറാവുള്ളതുകൊണ്ട് ഡെയിലി ചേഞ്ച് ചെയ്യും. അതിന് ഞാൻ പുറത്തോട്ട് വേറെ ഡ്രെയിനേജ് ടാങ്കൊക്കെ ഉണ്ട്. ജസ്റ്റ് ഈ വാൽവ് ഒന്ന് തുറന്നു വിട്ടാൽ മതി, വെള്ളമെല്ലാം അങ്ങ് ഡ്രെയിൻ ആയിക്കോളും. ഇതാകുമ്പോൾ ഇവർക്ക് കുളിക്കുകയും ചെയ്യാം. ഇവരുള്ളതുകൊണ്ടാണ് ഡെയിലി വെള്ളം ചേഞ്ച് ചെയ്യേണ്ടി വരുന്നത്. ഇല്ലെങ്കിൽ 3-4 ദിവസം കൂടുമ്പോൾ ഒക്കെ വെള്ളം മാറ്റിയാലും മതി. ഇവർ കുളിക്കുകയോടെ ചെയ്യുന്നതുകൊണ്ട് വെള്ളം പെട്ടെന്ന് അഴുക്കാവും. കോഴി ഈ സൈഡിൽ വന്നൊന്ന് കുടിച്ചോളും വെള്ളം. ഇവർക്കും അതൊരാശ്വാസം. താറാവിന് വെള്ളം കുഴപ്പമില്ല, എല്ലാവരും ബേസിനിലൊക്കെ വെച്ച് വളർത്തുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ അത് കൊടുത്താൽ അതൊക്കെ സന്തോഷം, അത് കാണും നമുക്കൊരു സന്തോഷം. അപ്പോൾ ഇങ്ങനെയാണ് വെള്ളം കൊടുക്കുന്നത്. അതുകൊണ്ട് പണ്ട് ഞാനിങ്ങനെ ഇതുപോലെ വെള്ളം ഇതിൻ്റെ അകത്ത് ഒഴിച്ച് കൊടുക്കുക ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവരൊക്കെ ഈ ചാടുമൊക്കെ ചെയ്യുമ്പോഴത്തേനും വെള്ളം ഇവിടെയൊക്കെ വീഴും. അന്നേരം അത് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുക്കാത്തത്. പിന്നെ കണ്ടോ, ഞാൻ ഇട്ട് കൊടുത്ത പച്ചക്കറിയുടെ വേസ്റ്റ് വല്ലതും ഉണ്ടോ എന്ന് നോക്കിയാൽ ഇവിടെ മൊത്തവും തൂത്തുപറക്കി തിന്നും. ഞാൻ ഈ എന്താ പറയുക, ഒന്ന് അരിയോ എടുക്കുക അങ്ങനെയും ചെയ്യാറില്ല, അതേപടി ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. സ്കൂളിൽ നിന്നൊക്കെ എടുക്കുന്നത് കേട്ടോ പച്ചക്കറി വേസ്റ്റ്. ഇത്രയും കോഴി ഉള്ളതുകൊണ്ടേ നമ്മുടെ വീട്ടിലെ മാത്രം കൊണ്ട് തികയത്തില്ല. അതുകൊണ്ട് സ്കൂളുകളിൽ നിന്നൊക്കെ എടുക്കാറുണ്ട് ഞാൻ വേസ്റ്റ്. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുക്കും. അപ്പോൾ എല്ലാം ഫിനിഷായിരിക്കുകയാണ്. പിന്നെ മുട്ടയൊക്കെ ഇവർ കൂട്ടിക്കറി അങ്ങനെ ഇട്ടോളും കേട്ടോ. എല്ലാവരും കയറി മുട്ടയൊക്കെ ഇടുന്നുണ്ടോ, ഒന്നും കൊത്തി കുടിക്കോ ഒന്നുമില്ല. ഞാൻ മുട്ടയുടെ തോടൊക്കെ പൊടിച്ചോ ഒന്നുമല്ല അങ്ങനെ കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ ഒന്നുമല്ല കൊടുക്കുന്നത്, അല്ലാതെ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അത് കൊത്തി തിന്നുകയും ചെയ്യും. പക്ഷേ ഇന്നേ വരെ മുട്ടയൊന്നും കൊത്തി കുടിച്ചിട്ടില്ല. കാരണം നമ്മൾ ഫുഡ് കൊടുക്കുന്ന പോലെ ഇരിക്കും. ഈ കോഴിക്ക് അതിൻ്റെ ആവശ്യത്തിന് വേണ്ട ഹെൽത്തിലുള്ള സംഭവങ്ങളൊക്കെ അതിൻ്റെ ദേഹത്തുണ്ടെങ്കിൽ പിന്നെ അത് ഈ മുട്ടയൊന്നും കൊത്തി കുടിക്കാനോ എടുക്കാനോ ഒന്നും ചെല്ലത്തില്ല. നമ്മൾ കൊടുക്കുന്ന ഫുഡ് ഇതിങ്ങനെ എന്നും ഞാൻ എപ്പോഴും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഇതിന് മാറ്റമൊന്നുമില്ല കേട്ടോ. ഇതേ ഫുഡ് തന്നെയാണ്, ഒരേ സമയത്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് കോഴി നമുക്ക് മുട്ടയൊക്കെ തരും. അതൊന്നും കൊത്തി കുടിക്കാറോ ഒന്നുമില്ല. പിന്നെ മുട്ടത്തോട് കാൽഷ്യം ബെസ്റ്റാണ്, അപ്പം നല്ലതാണ്. ഇവർക്ക് ഇപ്പോൾ ഇത്തിരി മുട്ടയിടാൻ ഇത്തിരി മടിയാണ് കേട്ടോ. 6-7 ദിവസം ഇട്ടിട്ടങ്ങ് നിർത്തിക്കളയും. ഇവർ കുറച്ച് പേരേ ഉള്ളൂ, ഒരു ഭംഗിക്ക് വേണ്ടി വളർത്തിയേക്കുന്നതാണേ. എന്നാലും മുട്ട ഇടുന്നത് കുറവാണ്. ഫുഡ് അങ്ങനെ വലിയ നമ്മുടെ താറാവിൻ്റെ അത്രയും ശല്യം ഇവർക്കില്ല കേട്ടോ. നമ്മുടെ നാടൻ താറാവ് അത്രയും കുഴപ്പം ഇവർക്കില്ല. എന്നാൽ സൗണ്ട് ഇത്രയും സൗണ്ടൊക്കെ ഉള്ളൂ, അല്ലാതെ ഒത്തിരി ഒച്ചയൊന്നും ഉണ്ടാക്കത്തൊന്നുമില്ല. താറാവൊക്കെ ഭയങ്കരമായിട്ട് സൗണ്ട് വെക്കും. ഇവരങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. രാവിലെ 7:30 ആ സമയത്ത് ഫുഡ് കൊടുത്താൽ പിന്നെ 2:30-3 മണി ആ സമയമാകുമ്പോൾ ഇതുപോലെ ഒന്നുകൂടെ കൊടുക്കും. അതിനിടയ്ക്ക് ഇലകൾ കൊടുക്കും. പിന്നെ ചക്ക സീസൺ ഇപ്പോൾ കഴിയാറായി. ചക്ക സീസണൊക്കെ ആണെങ്കിൽ ചക്കയൊക്കെ കൊടുക്കാം കേട്ടോ. പച്ച ചക്കയും പഴുത്ത ചക്കയും ഒക്കെ കൊടുക്കാം. പിന്നെ വിരമരുന്നൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുവാണെങ്കിൽ ഈ ചക്കയൊന്നും കൊടുത്തു വെച്ച് ഒരു കുഴപ്പമില്ല കേട്ടോ. അതിനൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. അത് കഴിക്കുകയും ചെയ്യും, നന്നായിട്ട് കഴിച്ചോളും ചെയ്യും. ഞാൻ അരിഞ്ഞു പോലും കൊടുക്കാറില്ല ചക്കയൊന്നും. 4ആയിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. മടൽ മാത്രമേ കാണത്തുള്ളൂ, എല്ലാം അത് തിന്നോളും. പിന്നെ ഇത് ഇലകളാണ്. എൻ്റെ കോഴിയെ കൊച്ചിലെ തൊട്ടേ ഞാൻ ഇലകളൊക്കെ ഇട്ട് ശീലിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് എല്ലാ ഇലയും തിന്നും. അത് അരിയോ എടുക്കുകയോ ഒന്നും വേണ്ട, അങ്ങിട്ട് കൊടുത്താൽ മതി. അത് അതേപടി കൊത്തി തിന്നോളും കേട്ടോ. വാഴയിലയായാലും ചെണ്ണയായാലും എന്തായാലും അത് തിന്നോളും കേട്ടോ. ഇട്ട് കൊടുക്കേണ്ട താമസം ആൾക്കാരെല്ലാം ഇങ്ങ് വന്നോളും, അത് കൊത്തി തിന്നോളും. അപ്പം നല്ലതാണ്, കോഴികളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. നമുക്ക് തീറ്റയ്ക്ക് ഒത്തിരി ലാഭമാണ് ഇവർക്ക് ഈ ഇലകളൊക്കെ കൊടുക്കുന്നത്. എന്തൊരിഷ്ടമാണെന്ന് നോക്കി അങ്ങ് ഇട്ട് കൊടുത്തതേ ഉള്ളൂ, വന്ന് കഴിക്കുന്നതുണ്ടോ. എല്ലാവരും വരും, എല്ലാവരും പല സ്ഥലത്തായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കും. അപ്പോൾ എല്ലാവരും കൂടെ വന്ന് കൊത്തി കഴിച്ചോളും. കണ്ടോ, ചിലർ കെട്ടി തൂക്കിയിട്ട് കൊടുക്കാറുണ്ട് ഇല, ചിലരിങ്ങനെ ഇതുപോലെ തറയിട്ട് കൊടുക്കാറുണ്ട്, ചില അരിഞ്ഞു കൊടുക്കാറുണ്ട് തീറ്റിട്ട് കൂടെ. പല രീതിയിലാണ് പല കൊടുക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ശീലിപ്പിച്ചുകൊണ്ട് ഇവരിങ്ങനെ കഴിച്ചോളും.
ചിലവന്മാർക്ക് മുട്ടയിടാൻ ടൈമില്ലാത്തവന്മാർ കണ്ടോ പുറത്തിട്ട് വെക്കും. അഹങ്കാരികൾ കുറച്ചെണ്ണം ഉണ്ട്. നമ്മളെ മുട്ട കണ്ട നല്ല ചുമന്ന മുട്ടയാണേ, കണ്ടോ. പിന്നെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്, തോടിനൊക്കെ കട്ടിയൊക്കെ ഉണ്ട്. നല്ല ചിലവുണ്ട്, നാടൻ മുട്ടയല്ലേ, അത്യാവശ്യം നല്ല ചിലവുണ്ട്. ഒരു ദിവസം പോലും നമുക്ക് മുട്ട അങ്ങനെ പെൻഡിങ് വരത്തില്ല. അന്നെന്നുള്ളത് അന്നു തന്നെ കൊണ്ടുപോകും. ഓരോ ദിവസം ബുക്കിംഗ് ആണ് മുട്ടയ്ക്ക്. നേരത്തെ 8 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ അത് 9 ആക്കിയിട്ടുണ്ട് മുട്ടയുടെ റേറ്റ്. കാരണം നല്ല നമ്മുടെ കയ്യിലങ്ങ് നിൽക്കത്തില്ല, അതുകൊണ്ട് ഇത്തിരി റേറ്റ് കൂട്ടി എടുത്തിട്ടുണ്ട്. എനിക്ക് ഇന്ന് കിട്ടിയ മുട്ടയാണ് കേട്ടോ. 11:30 ആയപ്പോൾ ഇത് എത്രയും മുട്ട കിട്ടി. 60 മുട്ടയൊക്കെ ഒരു ദിവസം കിട്ടും. 1-2 എൻ്റെ കോഴി മുട്ട ഇടുന്നത് കേട്ടോ. പക്ഷേ ഉണ്ടാ ഇതൊക്കെ കാണുന്നതാണ് ഒരു സന്തോഷം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ടുള്ള തുണി വെച്ച് തുടച്ചിട്ട് ഞാനങ്ങ് വെക്കുമല്ല, വാഷ് ചെയ്യാറില്ല. മുട്ട വാഷ് ചെയ്ത് വിടാമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഗുണങ്ങളൊക്കെ കുറഞ്ഞു പോകും എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് തുടച്ചിട്ട് ജസ്റ്റ് ചാർക്കപ്പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതൊക്കെ തുടച്ചിട്ട് അങ്ങ് വെച്ചിട്ട് ആൾക്കാർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോയിൽ സ്പീഡ് കൂടിപ്പോയിട്ടുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ, അപ്പോൾ ഒത്തിരി എന്തായാലും ആൾക്കാർക്ക് ബുദ്ധിമുട്ടാകത്തില്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അറിയേണ്ടവർ കമൻസ് ആയിട്ട് ഇട്ടാൽ മതി, ഞാൻ മറുപടി തരുന്നതായിരിക്കും. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.